പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാനുള്ള പൈപ്പിന്റെ ഹോൾസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇറങ്ങാനുള്ള അറിയില്ല. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ വെന്നിയൂര് ഭാഗം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 6 വരിപ്പാതയുടെ വികസനാർത്ഥം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള, ഏകദേശം 100 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ 90 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാഴ്ചക്കാരായി നിന്നവരുടെ കണ്ണ് നനയിപ്പിച്ച ഒരു നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിൽ നിന്ന് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വികസനം എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ നമ്മളെ മനസ്സിൽ നിന്നും മറയാതെ എന്നും നിലനിൽക്കും എന്നുള്ളതിൻ്റെ ആ ഒരു സൂചകമായി നിന്നിരുന്ന ആ ബിൽഡിങ്ങുകൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും സങ്കടകരമായ ആ ഒരു നിമിഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ, കോട്ടക്കൽ ചമ്മാട് ഭാഗത്തുള്ള ആളുകളാണെങ്കിൽ അവർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വെന്നിയൂർ NH ഹൈവേയോരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരുപാട് കെട്ടിടങ്ങൾ, ഒരുപാട് പഴക്കം ചെന്ന കെട്ടിടങ്ങൾ, നമ്മുടെ വല്യപ്പന്മാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഓരോ കെട്ടിടങ്ങളാണ് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. വളരെ ദയനീയകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ NBRK വ്ളോഗ്സിന് വേണ്ടി ഹംസ കോശയാണ്. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ച നിങ്ങൾ സിനിമയിലും അതുപോലെ തന്നെ ഭൂമിക്കുലുക്കം നടന്ന ആ ഒരു സ്ഥലങ്ങളിലും മാത്രമാണ് ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണാൻ പറ്റുക. കാരണം ഒരു ബിൽഡിംഗ് ഇടിഞ്ഞ് പൊളിഞ്ഞ് തമർന്ന് വീഴുന്ന ഒരു ഭയാനകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ കോഴിച്ചനൽ സ്ഥിതി ചെയ്തിരുന്ന വെള്ള ടാങ്ക്, നമ്മൾ മാമബസാർ ഭാഗത്തുള്ള ഒരുപാട് ആളുകൾക്ക് നമ്മളൊരു ലാൻഡ്മാർക്കായിട്ട് കൊടുത്തിരുന്നൊരു സംഭവമായിരുന്നു നമ്മുടെ വാട്ടർ ടാങ്ക്. അപ്പോൾ അത് ഇന്ന് രാത്രി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുന്നത് 15/1/2022. അപ്പോൾ പൊളി നടന്നുകൊണ്ടിരിക്കുകയാണ്. JCB ഉപയോഗിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പകുതിയായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളുടെ ദാഹജലം ഈ ഒരു ടാങ്കിൽ നിന്നായിരുന്നു. തമ്മല പഞ്ചായത്തിലെ ഒരുവിധ ആളുകൾക്കൊക്കെ ദാഹജലം കൊടുത്തിരുന്നൊരു ടാങ്കായിരുന്നു. അപ്പോൾ നമ്മളിൽ നിന്നും ഈ ഒരു ടാങ്ക് ഓർമ്മയായിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ വികസനാർത്ഥം, റോഡിന് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി പൊളികൾ നടക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ടാങ്കും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാനുള്ള പൈപ്പിന്റെ ഹോൾസ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇറങ്ങാനുള്ള അറിയില്ല. അങ്ങനെ ഒരുപാട് വർഷക്കാലം വെള്ളം നൽകിയിരുന്ന ഒരു റോഡിന്റെ വികസനാർത്ഥം ഇത് പൊളിച്ചുകൊണ്ടിരിക്കട്ടെ. അവിടെ മൊത്തത്തിൽ റോഡിൽ നമ്മുടെ ടാങ്ക്
നമ്മുടെ വീട്ടിൽ